റബ്ബർ കർഷകർക്ക് നേരിയ ആശ്വാസമേകി റബ്ബറിന്റെ താങ്ങുവില 10 രൂപ ഉയർത്തി. 170 രൂപയായിരുന്ന താങ്ങുവില 180 രൂപയാക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് കാർഷിക വികസനത്തിനായി 2365 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. 2021 റബ്ബറിന്റെ താങ്ങുവില സർക്കാർ അവസാനമായി ഉയർത്തിയത്. ക്രൈസ്തവ സഭകളുടെയും മലയോര കർഷകരുടെയും നിരന്തര ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും താങ്ങുവില 10 രൂപ വർദ്ധിപ്പിച്ചത്. റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടുന്ന ഏക ഗവൺമെന്റ് കേരളത്തിലേതാണ്. കേന്ദ്രം ഇറക്കുമതി വർദ്ധിപ്പിച്ച് വൻകിട റബ്ബർ വ്യവസായികളെ സംരക്ഷിക്കുന്ന നയമാണ് സ്വീകരിച്ചു വരുന്നത്. ടയർ കമ്പനികൾക്കെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച വിധി ഇത് വ്യക്തമാക്കുന്നു. നിലവിൽ കേരളം 170 രൂപ റബ്ബറിന് താങ്ങുവില നൽകി വരുന്നു. ഈ തുക വർദ്ധിപ്പിച്ച് 250 ഉയർത്താൻ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ഇതുവരെ ചെവിക്കൊണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ സാമ്പത്തിക പരിമിതികൾക്കിടയിലും റബ്ബറിന്റെ താങ്ങുവില 180 രൂപയായി വർദ്ധിപ്പിക്കുന്നു. പ്രാദേശിക കാർഷിക സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ 2365 കോടി രൂപയുടെ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ലോകബാങ്കിന്റെ വായ്പ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിലേക്ക് 100 കോടി രൂപ മാറ്റിവെച്ചു. നാളികേര വികസനത്തിന് 65 കോടി രൂപ നീക്കിവെച്ചെങ്കിലും താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടില്ല. മത്സ്യബന്ധന മേഖലയ്ക്ക് ഈ വർഷത്തെ ബജറ്റിൽ 227 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. തീരദേശ പുനരധിവാസമായ പുനർഗേഹം പദ്ധതിക്ക് 40 കോടി രൂപയും മുതലപ്പുഴയിലെ പ്രശ്നം പരിഹരിക്കാൻ 10 കോടി രൂപയും മാറ്റിവെച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.